ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയന്തിസ് അടുക്കള. എൻ്റെ ഇതിനു മുമ്പിലുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സാമ്പാറാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീരകം, ഉലുവ, കായം, തുവരപ്പരിപ്പ്, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ചിരകിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിന് എന്തൊക്കെ പച്ചക്കറികളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെള്ളരി, തക്കാളി, ഉള്ളി, ക്യാരറ്റ്, മുള്ളങ്കി, മുരിങ്ങക്കായ, പച്ചമുളക്. ഇനി വേണ്ടുന്നത് അല്പം പുളിയും മല്ലിയിലയും കറിവേപ്പിലയുമാണ്. അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കഴുകി വെച്ച തുവരപ്പരിപ്പിടുക. പച്ചക്കറികൾ അരിഞ്ഞു വെച്ചത് ഓരോന്നായി ഇടുക. കഷ്ണങ്ങൾ ഓരോന്നായി ഇടുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുരിങ്ങക്കായ, വെണ്ടക്ക ഇതൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നീട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് 2-3 വിസിൽ വരുന്നത് വരെ വെക്കുക. അതിനുശേഷം വേറൊരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് തേങ്ങ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഒരുവിധം ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ ചേർക്കുക. അല്പം ജീരകം ചേർക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഒരുവിധം ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മിക്സിയിലിട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച മുരിങ്ങക്കായ ഇടുക. മുരിങ്ങക്കായ ഒരുവിധം വെന്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളാക്കിയ വെണ്ടക്കയും ചേർക്കുക. പുളി പിഴിഞ്ഞ് ചേർക്കുക. എല്ലാം കൂടെ നന്നായി ഇളക്കി ഒരുവിധം വെന്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച തേങ്ങ ഒഴിക്കുക. എല്ലാം കൂടെ നന്നായി വെന്തു കഴിഞ്ഞാൽ സാമ്പാർ പൊടിയും ചേർക്കുക. ഇളക്കുക. സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞാൽ മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുക. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കായം ചേർക്കുക.
ഇനി ഈ മിശ്രിതം സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക. കേരള സാമ്പാർ റെഡി. ഈ രീതിയിലുണ്ടാക്കിയ സാമ്പാർ ഇഡ്ഡലി, ചോറ് എന്നിവയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.